ദാനം ചെയ്യുമ്പോൾ സമ്പത്ത് കൂടുന്നത് എങ്ങനെ? വേദം പറയുന്ന 5 സാമ്പത്തിക സൂത്രങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ഉഷ്യരായഹ എന്ന വേദതത്വത്തെക്കുറിച്ചാണ്. അത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ധനം വന്നാൽ ആദ്യം സംരക്ഷിക്കുക എന്ന പ്രിൻസിപ്പിളാണത്. ഇന്ന് നമുക്ക് രണ്ടാമത്തെ തത്വം നോക്കാം, യജസ്വ ദാനം ചെയ്യുക എന്നർത്ഥത്തിൽ. ഇത് വളരെ രസകരമായ ഒരു പാരഡോക്സ് ആണ്. ആദ്യം പറയുന്നു പണം സംരക്ഷിക്കൂ, ഉടനെ തന്നെ പറയുന്നു ദാനം ചെയ്യൂ. ഇത് വൈരുദ്ധ്യമാണോ? അല്ല. പാരഡോക്സ് ആണോ? അല്ല. ഇതാണ് യഥാർത്ഥ സമ്പത്തിൻ്റെ രഹസ്യം. പലർക്കും അറിഞ്ഞുകൂടെ ഇത്. ഈ ദ്വിതീയ തത്വം യജസ്വ എന്ന് പറയുന്നത് നമ്മൾ വേദകാലഘട്ടം മുതൽ പരിശീലിച്ചു വന്ന ഒന്നാണ്. നമ്മൾ പലരും അത് ചെയ്യുന്നുണ്ട്, എങ്കിലും ഭൂരിപക്ഷം പേരും അത്തരം കാര്യങ്ങൾ മടി കാണിക്കുന്നവരാണ്. യജസ്വ എന്ന വാക്ക് യജ് ധാതുവിൽ നിന്ന് വരുന്നതാണ്. യാഗം ചെയ്യുക, ദാനം ചെയ്യുക, പങ്കുവയ്ക്കുക, ഏതെങ്കിലും കർമ്മം സഫലമായി ചെയ്യുക എന്നൊക്കെയാണ് ഈ ശബ്ദത്തിൻ്റെ അർത്ഥം. വേദകാലത്ത് യജ്ഞം എന്നാൽ അഗ്നിയിൽ ആഹുതി നൽകൽ എന്ന് മാത്രമല്ല അർത്ഥം, സമൂഹത്തിന് തിരികെ നൽകൽ കൂടിയാണത്. അന്നദാനം, വസ്ത്രദാനം, വിദ്യാദാനം, ഔഷധദാനം ഇതെല്ലാം യജ്ഞത്തിൻ്റെ ഭാഗമായിരുന്നു. എന്തുകൊണ്ട് വേദം ഇത് പ്രാധാന്യത്തോടെ പറയുന്നു? മോഡേൺ സൈക്കോളജിയിലെ അബണ്ടൻസ് മൈൻഡ് സെറ്റ് എന്താണ് എന്നറിഞ്ഞാലേ ദാനത്തിൻ്റെ രഹസ്യം മനസ്സിലാവൂ. മനഃശാസ്ത്രത്തിൽ 2 തരം മനോഭാവമുണ്ട്. ഒന്ന് സ്കാഴ്സിറ്റി മൈൻഡ് സെറ്റ്, ദാരിദ്ര്യ ചിന്താഗതി. രണ്ടാമത്തേത് എബണ്ടൻസ് മൈൻഡ് സെറ്റ്, സമൃദ്ധി ചിന്താഗതി. സ്കാഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉള്ളവർ പറയുന്ന ചില വാക്കുകളുണ്ട്. എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ, എല്ലാം കയ്യിൽ വെക്കണം, പിടിച്ചു വെക്കണം, കാരണം ആർക്കും കൊടുക്കരുത്, കൊടുത്താൽ എനിക്ക് കുറഞ്ഞു പോകും, എനിക്ക് മതിയാവാതെ വരും. ഇത്തരം ചിന്താഗതി ഉള്ളവർക്ക് എത്ര പണം ഉണ്ടായാലും മതിയാകില്ല. എപ്പോഴും ഭയവും എപ്പോഴും അരക്ഷിതത്വവും കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എബൻഡൻസ് മൈൻഡ് സെറ്റ് ഉള്ളവർ പറയുന്നത് എന്താണ്? എനിക്ക് പണമുണ്ട്, എനിക്ക് പണം വരും, കൊടുത്താൽ വീണ്ടും വരും. ജീവിതം ഒരു ഫ്ലോ ആണ്. എനിക്ക് ലഭിക്കുന്നത് ഞാൻ പങ്കുവയ്ക്കും, അതിലൂടെ എനിക്ക് ഇനിയും കൂടുതൽ ലഭിക്കും. ഇത്തരം ചിന്താഗതി ഉള്ളവർക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ സമ്പത്ത് നേടാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നറിയാൻ നമുക്ക് മനഃശാസ്ത്ര വിശകലനം നടത്തേണ്ടതുണ്ട്. സ്കാഴ്സിറ്റി മൈൻഡ് സെറ്റ് നമ്മുടെ മസ്തിഷ്കത്തെ സ്ട്രെസ് മോഡിലാക്കുകയാണ് ചെയ്യുന്നത്. കോർട്ടിസോൾ ഹോർമോൺ വർദ്ധിപ്പിക്കും, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കുറയും, അവസരങ്ങൾ കാണാൻ കഴിയാതെ പോകും. ഈ അബണ്ടൻസ് മൈൻഡ് സെറ്റ് മസ്തിഷ്കത്തെ പോസിറ്റീവ് മോഡിലാക്കും. ഡോപാമിൻ, സെറട്ടോണിൻ ഹോർമോണുകളൊക്കെ വർദ്ധിപ്പിക്കും, ക്രിയേറ്റിവിറ്റി കൂട്ടും, പുതിയ അവസരങ്ങൾ കാണാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് ദാനം ചെയ്യുന്നവർക്ക് കൂടുതൽ സമ്പത്ത് ലഭിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ ആരൊക്കെയാണ്? ബിൽ ഗേറ്റ്സ് വർഷം തോറും കോടിക്കണക്കിന് രൂപ ദാനം ചെയ്യുന്നുണ്ട്. വാറൻ ബഫറ്റ് സമ്പത്തിൻ്റെ 99% ദാനം ചെയ്യാൻ പ്രതിജ്ഞ എടുത്തയാളാണ്. ഭാരതത്തിൽ തന്നെയുള്ള MDH സ്ഥാപകനായ മഹാശയ് ധരംപാൽ ആര്യ, ഇവരാരെങ്കിലും ദാനം ചെയ്ത് പാപ്പരായിട്ടുണ്ടോ? ഇല്ല. കൂടുതൽ സമ്പന്നരാവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? അവരുടെ മൈൻഡ് സെറ്റ് എബൻഡൻസ് മൈൻഡ് സെറ്റാണ്. വേദത്തിലേത് സന്തുലിതമായ സമീപനമാണ്. വേദം പറയുന്നത് രണ്ടും വേണമെന്നാണ്. ഉഷ്യരായഹ സംരക്ഷിക്കുക, യജസ്വ ദാനം ചെയ്യുക. ഇത് സന്തുലിതമായ സമീപനമാണ്. എല്ലാം സംരക്ഷിക്കുക മാത്രം ചെയ്താൽ സ്കാഴ്സിറ്റി മൈൻഡ് സെറ്റാണ് വരിക. എല്ലാം ദാനം മാത്രം ചെയ്താൽ സാമ്പത്തിക സുരക്ഷ നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് രണ്ടും വേണം, സംരക്ഷിക്കുകയും വേണം, ദാനം ചെയ്യുകയും വേണം. അപ്പോൾ സന്തുലിതമായ അനുപാതം എന്താണെന്ന് ഒരു ചോദ്യം വരുമല്ലോ. നമ്മുടെ ഈ വരുമാനത്തിൻ്റെ, ഇൻകത്തിൻ്റെ 20% സംരക്ഷണത്തിനും ദാനത്തിനും വേണമെന്ന് വേദങ്ങളിലൊക്കെ നമുക്ക് പറഞ്ഞു കാണാം. നമ്മുടെ പഴയ ധാർമ്മിക ഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കാണാം. അപ്പോൾ അതിൽ 17 മുതൽ 18% നിങ്ങളുടെ സേവിങ്സിനും ഇൻവെസ്റ്റ്മെൻറ്റിനും ഉപയോഗിക്കുക, 2 മുതൽ 3% ദാനത്തിന് ഉപയോഗിക്കുക. ഇത് സന്തുലിതമായ അനുപാതമാണ്. ഇനി ഈ വേദസൂത്രം പ്രായോഗികമാക്കാനുള്ള 5 നുറുങ്ങുകൾ കൂടി ഈ എപ്പിസോഡിൽ പങ്കുവെക്കാം. ഒന്നാമത്തെ ടിപ്പ്, 50-30-20 റൂള് നിങ്ങളുടെ വരുമാനത്തിനെ നടപ്പിലാക്കുക എന്നുള്ളതാണ്.
50, 30, 20 റൂൾ. നിങ്ങളുടെ വരുമാനത്തെ 3ആയിട്ട് വിഭജിക്കുക. 50% നീഡ്സിന് മാറ്റി വെക്കുക. അത്യാവശ്യ ചെലവുകൾ, റെൻറ്റ്, ഫുഡ്, ട്രാൻസ്പോർട്ട്, ബില്ലുകൾ, ഇലക്ട്രിസിറ്റി ബില്ല് തുടങ്ങിയ വാട്ടർ ബില്ല് എക്സെട്ര, ഗ്യാസ് എല്ലാം, EMIകൾ, ഇതൊക്കെ വരുന്നത് നമുക്ക് 50% വരുന്ന നീഡ്സിലാണ്. 30% വാൺസിനാണ്. അതായത് ആഗ്രഹങ്ങൾ, എൻ്റർടൈൻമെൻറ്റ്, ഡൈനിങ്, ഷോപ്പിംഗ്, ട്രാവൽ, ഇതിനൊക്കെ കൂടി വേണ്ടി 30% മാറ്റി വെക്കുക. 20% സേവിങ്സിനും ഗിവിങ്ങിനും. ആ 20%-ൽ നിന്ന് 17% എമർജൻസി ഫണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റുകൾ, 3% ദാനം, ഇങ്ങനെ പോകണം. നിങ്ങൾക്ക് മാസം 50,000 രൂപ ഇൻകമാണ് ഉള്ളത് എങ്കിൽ 25,000 നീഡ്സിന് മാറ്റിവെക്കുക, 15,000 വാൺസിന് മാറ്റിവെക്കുക, 8,500 സേവിങ്സിന് മാറ്റിവെക്കുക, 1,500 ദാനം ചെയ്യുക. രണ്ടാമത്തെ ടിപ്പിലേക്ക് വന്നാൽ 3 അക്കൗണ്ട് സിസ്റ്റം, 3 ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് തുറക്കാൻ സാധിക്കും. ഒന്ന് എമർജൻസി ഫണ്ട് അക്കൗണ്ട്. ഇതിൽ 6 മാസത്തെ ചെലവുകൾക്കുള്ള പണം എപ്പോഴും സൂക്ഷിക്കുക. പെട്ടെന്ന് ജോലി പോയാൽ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം സാമ്പത്തികമായിട്ട് വന്ന് നമ്മളറിയാത്ത ചിലവുകളൊക്കെ വന്നാൽ 6 മാസം ജീവിക്കാൻ കഴിയണം. ഇത് സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കണം. എപ്പോൾ വേണമെങ്കിലും എടുക്കാനും കഴിയണം. രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് പദ്ധതികളുണ്ടല്ലോ. അത്തരം പദ്ധതികളിലെല്ലാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് 5 വർഷമോ 10 വർഷമോ തൊടാതെ അത് വളരാൻ വേണ്ടി വിടുക. അതാണല്ലോ നമ്മൾ പറയും കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക് എന്നൊക്കെ പറയുന്ന അതാണ്. അതിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. 3 ഗിവിങ് അക്കൗണ്ടാണ്, ദാനത്തിന്. ഓരോ മാസവും നിങ്ങളുടെ ഇൻകമിൻ്റെ 2 മുതൽ 3% ഇവിടേക്ക് വരും. അന്നദാനം, വിദ്യാഭ്യാസ സഹായം, ചികിത്സാ സഹായം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആരെങ്കിലും വന്ന് ഒരു പൈസ ചോദിച്ചാൽ അവർക്ക് സഹായിക്കാൻ ആ അക്കൗണ്ടിൽ നിന്ന് എടുത്തു കൊടുത്താൽ മതിയാവും. ശമ്പളം വന്ന ഉടനെ 3 അക്കൗണ്ടുകളിലേക്കും ഈ പണം പോവുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ ടിപ്പ് 72 മണിക്കൂർ റൂൾ എന്ന് പറയുന്ന റൂളാണ്. ഇമ്പൾസ് സ്പെൻഡിങ് ആണ് സമ്പത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് തുറന്നാലുള്ള ഓഫറുകളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ്. പരസ്യങ്ങൾ കണ്ടാൽ വാങ്ങണമെന്ന് തോന്നിപ്പോവും. ഇത് പരിഹരിക്കാനൊരു വഴിയുണ്ട്. അത് പരിഹരിക്കാനുള്ള വഴി 72 മണിക്കൂർ റൂൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നിയാൽ അത് കാർട്ടിലിടുക, പക്ഷേ വാങ്ങരുത്. 72 മണിക്കൂർ കാത്തിരിക്കുക. അതായത് 3 ദിവസം. 3 ദിവസം കഴിഞ്ഞിട്ടും വേണം അത് വാങ്ങിയേ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ വാങ്ങിക്കോളൂ. 90% സന്ദർഭങ്ങളിലും ആ ആഗ്രഹം പോയി കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത് യഥാർത്ഥ നീഡ് അല്ല, ഇമ്പൾസ് മാത്രമായിരുന്നു. ഇത് നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കും. ഇതാണ് ഉഷ്യരായഃ എന്ന വേദമന്ത്രത്തിൻ്റെ താല്പര്യം. 4ാമത്തെ ടിപ്പ് പറയാം. മൈൻഡ്ഫുൾ ഗിവിങ് എന്ന് പറയും. വേദം പറയുന്നത് അന്നാദിദാനങ്ങളാണ്. ആഹാരം, അടിസ്ഥാന ആവശ്യങ്ങൾ. നിങ്ങളുടെ ഇൻകമിൻ്റെ 2 മുതൽ 3% റെഗുലറായിട്ട് ദാനം ചെയ്യാൻ ശ്രമിച്ചാൽ അത്രയും നമുക്ക് മനസ്സിന് വലിയ ഒരു ആശ്വാസം കിട്ടും. ആരെങ്കിലും പറഞ്ഞാൽ ഇഷ്ടം പോലെ ദാനം കൊടുക്കുക എന്നുള്ള ഒരർത്ഥത്തിലല്ല ഇത് പറയുന്നത്. കൃത്യമായ പദ്ധതി അനുസരിച്ച് ചെയ്യണം. എവിടേക്ക് ദാനം ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അനാഥാലയങ്ങളിലേക്ക് കൊടുക്കാം, അവരുടെ കുട്ടികളുടെ ആഹാരത്തിന്, അവരുടെ വിദ്യാഭ്യാസത്തിന്, അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലുണ്ട് അവർക്ക് അവരുടെ പ്രായമായവരുടെ പരിചരണത്തിന് കൊടുക്കാം. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു സ്കോളർഷിപ്പ് പോലെ നിങ്ങൾക്ക് പണം കൊടുക്കാൻ പറ്റും. രോഗികൾക്ക് ചികിത്സാ സഹായം എന്ന നിലയിൽ എത്രയോ പേർക്ക് ആവശ്യമുണ്ട്, അവർക്ക് കൊടുക്കാം. മെഡിക്കൽ എമർജൻസി എന്ന നിലയിൽ പ്രകൃതി ദുരന്തം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ, വെള്ളപ്പൊക്കമോ ഭൂകമ്പമോ അല്ലെങ്കിൽ കോവിഡ് പോലുള്ള സന്ദർഭങ്ങളോ ഒക്കെ വരുമ്പോൾ വിശ്വസനീയമായ സംഘടനകളെ തിരഞ്ഞെടുത്ത് അവർക്ക് നിങ്ങളുടെ പണം ശരിയായി ഉപയോഗിക്കുന്നു എന്ന് തോന്നുന്ന സംഘടനയ്ക്ക് നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൽ നിന്ന് പണം കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ മനസ്സിനെ അബൻഡൻസ് മോഡിലേക്ക് എത്തിക്കും. അത് കൂടുതൽ അവസരങ്ങളെ ആകർഷിക്കും. 5ാമത്തെ ടിപ്പ് പറയാം. ഫിനാൻഷ്യൽ ജേർണലിംഗ്. നിങ്ങളുടെ ഓരോ ചെലവും എഴുതി വയ്ക്കുക. ഒരു നോട്ട് ബുക്കിലോ ആപ്പിലോ നിങ്ങൾക്കത് ചെയ്യാം. ഓരോ ദിവസവും രാത്രി അവലോകനം ചെയ്യുക. ഇന്ന് എവിടെയൊക്കെ പണം ചിലവായി, ഒരു മാസം കഴിഞ്ഞ് വിശകലനം ചെയ്യൂ. എവിടെയാണ് അനാവശ്യമായി ചിലവാകുന്നത്? കോഫി ഷോപ്പിൽ 4,000 രൂപ, ഓൺലൈൻ ഷോപ്പിങ്ങിന് 5,000 രൂപ, ഓട്ടോ യാത്രയിൽ 3,000 രൂപ, ബസ് യാത്രയായിരുന്നെങ്കിൽ 500-ൽ നിന്നേനെ.
ഈ അവെയർനെസ് വന്നാൽ നമുക്ക് സ്വാഭാവികമായും സാമ്പത്തികമായ കൺട്രോൾ വരും. കൺട്രോൾ വന്നാൽ യഥാർത്ഥ ജീവിത വിജയത്തിലേക്ക് നമുക്ക് പതുക്കെ പതുക്കെ കടന്നു വരാനും സാധിക്കും. ഞാനൊരു കഥ പറയാം. അനിത എന്നൊരു സ്കൂൾ ടീച്ചർ, സാങ്കല്പിക നാമമാണ് കേട്ടോ. മാസം 30,000 രൂപ ശമ്പളമുണ്ട്. അവർ 50, 30, 20 എന്ന് പറയുന്ന ഈ റൂൾ ഉപയോഗിച്ചു. 15,000 നീഡ്സിന് മാറ്റിവെച്ചു, 9,000 വാൺസിന് മാറ്റിവെച്ചു, 5,000 സേവിങ്സിന്, 1,000 ദാനം. ആ 1,000 രൂപ കൊണ്ട് അവർ ദാനം ചെയ്തു തുടങ്ങി. തൻ്റെ സ്കൂളിലെ ദരിദ്ര കുട്ടികൾക്ക് നോട്ട് ബുക്ക് വാങ്ങിക്കൊടുത്തുകൊണ്ടാണ്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നോട്ട് ബുക്ക് വാങ്ങിക്കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് 60,000 രൂപ സേവിങ്സ് ആയിട്ട് വന്നു. പക്ഷെ അതിലും വലിയ മാറ്റം മറ്റൊന്നായിരുന്നു. അവരുടെ മനോഭാവം മാറി. സ്കാഴ്സിറ്റിയിൽ നിന്ന് എബണ്ടൻസിലേക്ക് അവരുടെ മനോഭാവം മാറി. അവർക്ക് പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ട്യൂഷൻ ക്ലാസ്സുകൾ തുടങ്ങി, ഇൻകം കൂടി. ഇപ്പോൾ അവർക്ക് മാസം 50,000 രൂപ ഇൻകമായി. അപ്പോൾ അവർ പറയുന്നത്, ദാനം തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതം മാറിയത്. സുഹൃത്തുക്കളെ, വേദത്തിലെ 2 വരികളാണ്, അല്ലെങ്കിൽ 4 വാക്കുകളാണ് ഉഷ്യ രായ ഏഷാം യജസ്വ എന്നത്. ഇതിൽ സാമ്പത്തിക സുരക്ഷയുടെയും സമൃദ്ധിയുടെയും മുഴുവൻ രഹസ്യവും മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സമ്പത്തിനെ നമ്മൾ സംരക്ഷിക്കുക. ശമ്പളം വന്ന ഉടനെ ആദ്യം സേവ് ചെയ്യുക. പേ യുവർ സെൽഫ് ഫസ്റ്റ്. 2, ദാനം ചെയ്യൂ. നിങ്ങളുടെ ഇൻകമിൻ്റെ 2 മുതൽ 3% അബണ്ടൻസ് മൈൻഡ് സെറ്റ് വളർത്തുക. ഈ 2 തത്വങ്ങൾ സന്തുലിതമായി പ്രയോഗിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം തന്നെ മാറിപ്പോകും. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.